ഹായ് ഗൈസ്, ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. പിന്നെ കുറേ ആയി വീഡിയോ ഇതെല്ലാം ഇടാണ്ട്, ലോങ് വീഡിയോ ഇടാണ്ട്. പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഫുൾ ഹാപ്പി. പിന്നെ നമുക്ക് കുറേയല്ല, അപ്പോൾ എന്തെങ്കിലും ആക്കാനായിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് ഒരു വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ പറഞ്ഞാൽ അൽവാണ് നമ്മളിന്ന് ഉണ്ടാക്കണേ. അത് അവളുടെ അൽവാണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. വേറെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് എന്താക്കണമാ? ഫസ്റ്റ് ഇതൊരു കപ്പിന് അവല് എടുത്തിട്ടുണ്ട് ഞാൻ. ഈ അവലിന് ഞങ്ങൾ നല്ല തെളുപ്പായി ചെറിയ വെളുത്ത അവല്. ഈ ഒരു കപ്പ് അവലിന് നമുക്കൊന്ന് വറുക്കാം. ഫസ്റ്റ് വറുത്തെടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് വറുക്കട്ടെ. വറുത്തിട്ടൊന്ന് പൊടിക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫസ്റ്റ് വറുത്തെടുക്കാം. ചിന്താമര ചുണ്ടിൽ പാട്ടൊക്കെ പാടും. നല്ല പാട്ടെല്ലാം അറിയുന്ന പാമ്പ് എനിക്ക്. നല്ല ആയിക്കൊണ്ട് വരുന്നുണ്ട്. കുറച്ചും കൂടെ ആവട്ടെ. അളിയ, ഓ അളിയ നല്ല വിളിക്കാൻ തുടങ്ങിയ. അളിയ എന്താ പറയടാ? 500 എടുക്കാനുണ്ടോ? ഇല്ലെങ്കിൽ 100 10 താടാ. പൊന്നളിയ സീനിധാക്കാതടാ. ഉണ്ടെങ്കിൽ 5 10 താടാ. എൻ്റെ ജീവിതം കഞ്ഞുമായി ഇവിടെ പോയാലും അയ്യോ അറിയില്ല പാട്ട് എത്ര അറിയാണ്. എവിടെ പോയാലും നമുക്കിപ്പോ ഞങ്ങളുടെ അവല് വറുത്ത് വന്നു. മതിയാ? അളിയ എന്താ പൊന്നളിയ എന്താ സീനുടാക്കാതെടാ. എൻ്റെ ജീവിതം ഓമലു കഞ്ഞുമായി എവിടെ പോയാലും ആകാപമാനമ. എൻ്റെ അയ്യോ, അങ്ങനെ പാട്ടുപാടി എൻ്റെ ഔലും വറുത്ത് വന്നു. ഞാൻ പറഞ്ഞ പോലെ പാടാം. മതിയല്ലേ? ഇങ്ങനൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. ഇവിടെ നോക്കട്ടെ. മതിയല്ലേ? ഔലെല്ലാം ഞാൻ ഗ്യാസ് ഓഫാക്കാം. അപ്പം ഞങ്ങൾക്കിതൊന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് ചൂടാട്ടെ. അവലിനെ നല്ലോണം പൊടിച്ചു വന്നു. ഇനി ഇതിനെ നമുക്കിത് അരിക്കൊന്നും വേണ്ട, നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടി ഇപ്പോൾ ഇവിടെ ഇരിക്കട്ടെ തൽക്കാലം. വേറെ കുറച്ച് തേങ്ങ ഉണ്ട്. തേങ്ങ ഞാൻ പൊടിച്ച് വെച്ചതാണ്. പക്ഷേ എന്തറിയോ, ചിരണ്ടാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇതിൻ്റെ പാലെടുക്കണം. പാലെടുക്കണതിന് മുമ്പേ ഇതിനിപ്പോൾ ഞാൻ എന്താക്കുന്ന പറഞ്ഞാൽ ഒരു നോക്കട്ടെ, വെള്ളത്തിലേക്ക് കപ്പ് അനുസരിച്ച് ഇപ്പം അവലെടുത്തില്ലേ അതേ അളവിന് വെള്ളം എടുക്കണേ. അപ്പോൾ എനിക്ക് അത്രയൊന്നല്ല, നമുക്ക് പാല് ഒരു 3 കപ്പ് പാലിൻ്റെ അത്ര കിട്ടണം. അപ്പം ഞാനിപ്പോൾ 1 കപ്പ് ഫസ്റ്റ് ഒഴിച്ചിട്ട് അരയ്ക്കണം. എന്നിട്ട് ഈ 1 കപ്പിൻ്റെ അത്ര പാലെടുക്കുന്നത്. അങ്ങനെ 2-3 പ്രാവശ്യം അരച്ചിട്ട് 3 കപ്പ് പാല്. ഇതൊരു കപ്പിന് ഞാൻ അവലെടുത്തതല്ലേ. അപ്പോൾ തേങ്ങേൻ്റെ പാല് ഇതേ കപ്പിൽ ഒരു 3 കപ്പ് പാലെടുക്കണം. അപ്പം എന്താ പറയുക, 3 കപ്പ് വെള്ളം ഒഴിക്കണം അല്ലേ. 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പറ്റില്ല. അപ്പം ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് ഇനി 1 കപ്പ്, അങ്ങനെ 3 പ്രാവശ്യം അരച്ചിട്ട് ഞാൻ പാലെടുക്കാം. നമുക്കിത് ഇപ്പോൾ 1-ാം പാലെടുക്കാം. അത് ചെറിയ ജാറായി കൊണ്ട് ഇതായിട്ടില്ല. ഓക്കെ, അത് മറ്റേ
ഇങ്ങനെ വരുന്നില്ലേ? ഇതിപ്പോൾ 1 കപ്പ് പാലെടുത്ത് ഞാൻ ഇനിയിപ്പോൾ രണ്ടാമത്തെ കപ്പിൽ ഒരിക്കലും കൂടെ അരച്ചെടുക്കാം. 3 കപ്പ് പാല് തേങ്ങാപ്പാൽ എടുത്തിട്ടായി. ഇനി ഞങ്ങൾക്ക് അതിപ്പോൾ മാറ്റി വെച്ചിട്ട് ഇതൊരു കപ്പ് ഉണ്ടല്ലോ, ഇതിൽ 1.5 കപ്പ് വെല്ലം, നമുക്ക് വെല്ലം ഉരുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് 1 കപ്പ്, പിന്നെ ഇനി 1/2 കപ്പ് കൂടി ഇട്ടിട്ട് പിന്നെ 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം. ഇതിൽ 1/2 കപ്പ് വെള്ളം, 1.5 കപ്പ് കൂടി വെല്ലം ഇടണം. അപ്പം ഞാൻ ഫസ്റ്റ് വെള്ളം ആദ്യം 1 കപ്പ് ഇട്ടു, ഇതിപ്പോൾ 1/2 കപ്പ്. അപ്പം ഇനി നമുക്കില്ല 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. 1/2 കപ്പ് വെള്ളം കൂടി എടുത്തു, നമുക്ക് ഒന്ന് മെൽട്ടാകാൻ വെക്കാം. മെൽറ്റ് അല്ലേ? ഒന്ന് മെൽറ്റ് ആവട്ടെ. എന്തായാലും വെല്ലം ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പത്തിന് നമുക്ക് എന്താ പറഞ്ഞാൽ ഈ അവല് ഞങ്ങൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഈ പൊടീനെ നമുക്ക് ഈ തേങ്ങാപ്പാലത്ത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി വെക്കാം. എന്താ പറഞ്ഞാൽ അതിന് ചൂടോട് വിടുമ്പോൾ ചിലപ്പോൾ കെട്ടിയിട്ട് കഷ്ടമല്ലേ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കി വെക്കാം. നല്ല ഇറക്കണം. അവലല്ലേ അതിങ്ങനെ ഗട്ടിയായിട്ടുണ്ടാവും. മിക്സായില്ലേ? അപ്പം നല്ലതാ മിക്സായി. നല്ലത് അവലല്ലേ, അപ്പം അതുകൊണ്ട് ആയിപ്പോകും. അതുകൊണ്ട് നല്ലോണം മിക്സ് ആക്കണം. ഇതാ റൂമുണ്ട്, അതങ്ങനെ മിക്സ് ആക്കുമ്പോൾ ശരിയാവും. നല്ല മിക്സ് ആക്കി പിന്നെ അപ്പത്തിന് ഇപ്പം വെല്ലം മെൽട്ടായാലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിക്കാം. കല്ലെവിടെയെങ്കിൽ കല്ലൊന്നും ഇല്ല, നല്ല വെല്ലം അത്, എന്നാലും ഒന്ന് അരിച്ചെടുക്കാം. ഉണ്ടെങ്കിൽ പിന്നെ കടിക്കില്ല. നമ്മൾ അരിച്ചെടുത്തു. ഇതൊന്നും ഇല്ല, പൊടിയുണ്ട്. കഴുകിയെടുക്കട്ടെ. അപ്പം ഇനി നമുക്ക് ഈ പാത്രത്തിൽ വയ്ക്കാം. ഇതിലും കൂടെ വെല്ലത്തിൻ്റെ പാവ് വെച്ചിരുന്നല്ലേ ചേർത്തിട്ട് നല്ലോണം തീയുന്നത്. ഇങ്ങനെ കാണുമ്പോൾ കഴുത്തപ്പാക്കണം, അങ്ങനെയുണ്ട്. കഴുത്തപ്പാക്കണവരുണ്ടോ? എന്തായാലും ഇളക്കുന്നുണ്ടല്ലേ, ഇളക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 4 ഏലക്ക ചതച്ചിട്ടെടുക്കാം. ഏലക്കൻ്റെ പൊടി, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ആകും. അത് ചെറുതായി കട്ടാക്കിയിട്ട് അത് പിന്നെ ലാസ്റ്റ്, ഇപ്പം വേണ്ട, അപ്പം ഇടാം. ഇപ്പം നമുക്ക് ഇതിടാം, ഏലക്ക പൊടിച്ചിട്ടേ. ഇത് കുറേ നേരം ഇളക്കണമല്ലോ, ഗട്ടിയാണ് വരെ. ഗട്ടിയാണല്ലോ. അതിട്. അപ്പോൾ ഒരു 4 ഏലക്ക പൊടിച്ചത് അതും കൂടെ ചേർക്കാം. നല്ല മണം, ടേസ്റ്റ്. അപ്പോൾ ഗൈസ് ഇതായതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഇനി കുറുക്കിയിട്ട് പിന്നെ കാണാം. അതുവരെ വീഡിയോ പിടിച്ചോണ്ടിരിക്കണ്ട. പിടിച്ചോണ്ടിരിക്കുമ്പോ മോനിക്ക് ബുദ്ധിമുട്ടാവൂ. പിന്നെ ഞാൻ എങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അല്ലാതെ ഇങ്ങനെ ഫുള്ളായിട്ട് പിന്നെ അറിയുമല്ലോ അല്ലേ, പറഞ്ഞു കൊടുക്കണം. അതങ്ങനെ ഇതാകുമ്പോ ഇങ്ങനെ ഇളക്കുക. എന്നിട്ട് നല്ല ഇളക്കിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു ഇതായി വരണം, വെള്ളം പോയിട്ട്. അപ്പം കാണാം കേട്ടോ. ഇതപ്പം കുറുകി വന്നു, ഈ ലെവലിക്ക് വന്നിട്ടുണ്ട്. ഈ രസം കൂടാവണം. ഇത്ര നേരം ഇളക്കി. ഇത് ഏലക്ക അങ്ങനെ ചതച്ചിട്ടില്ലേ, അതിൻ്റെ പൊടി കാണുമ്പോൾ കറുപ്പ് കാണും.
ഫുള്ളായിട്ട് വരണം. ഇതിന് നമ്മൾ എണ്ണ ആവട്ടെ നെയ്യാവട്ടെ ഒന്നും കൂട്ടിയിട്ടില്ല. നമുക്ക് ഇത് നല്ലോണം കുറച്ചും കൂടെ അങ്ങനെ വിട്ട് വിട്ട് വരണം. ഇനി വിളിക്കാം. അങ്ങനെ അടിയിൽ നിന്ന് ഫുള്ള് ചട്ടിയിൽ നിന്ന് വിട്ട് വിട്ട് വരണം. ഞാൻ പിടിച്ചോളൂ. ഇങ്ങോട്ട് വേ. ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അത് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിൽ ആവും. ഇതിപ്പോൾ ഇത്ര ചെറുതായിട്ട് ലേശം അണ്ടിപ്പരിപ്പ് മാത്രം ഇടാം. 2 മുന്തിരി ഇട്ടു. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇടാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലേസ് നെയ്യ് പ്ലേറ്റിലോട്ട് ചേർക്കാം. എന്താ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കാൻ നല്ല എളുപ്പമുണ്ടാവും. ഒഴിച്ചിട്ട് ലാസ്റ്റ് കട്ടാക്കി എടുക്കുമല്ലേ. അപ്പോൾ അതിന് നെയ്യിട്ട് നമുക്കതായി ആക്കിയിട്ട് നമുക്ക് നെയ്യ് ഇത് നോക്കി എണ്ണ ഇതെല്ലാം തേങ്ങേൻ്റെ എണ്ണ. അതല്ല നമ്മൾ എണ്ണയായിട്ട് നെയ്യാവട്ടെ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലേ. കണ്ട അതെല്ലാം തേങ്ങാപ്പാൽ ചേർത്തല്ലേ എണ്ണയാണ് അതിൽ. എന്താ കൊട്ടുമോ അല്ലേ. നമുക്ക് സ്പൂൺ സെറ്റാക്കാം. അതെടുക്ക്. എങ്ങനെ എണ്ണ ആവണം അല്ലേ. അങ്ങനെ ഞങ്ങളുടെ അവലിൻ്റെ അൽവ ഒരുമാതിരിക്ക് റെഡിയായി. തണുക്കണം. ഇത് 1 മണിക്കൂർ ഇങ്ങനെ വെക്കണം. കട്ടാക്കി എടുക്കണം. നമുക്കിതൊന്ന് സെറ്റാക്കി കൊടുത്താ എന്നാ നോക്കി അങ്ങനെ ഉണ്ടെന്ന്. എണ്ണ തേക്ക് കൈയെടുക്ക്. തേങ്ങയുടെ എത്ര എണ്ണ അല്ലേ. നമുക്ക് നല്ല എണ്ണ ഓയിലിട്ടേക്കട്ടെ. നല്ല ലെവലാക്കണം. കുറച്ച് നോക്കുമ്പോൾ കുറച്ച് കയ്യിലൊന്ന് സെറ്റാക്കി കൊടുത്താൽ അത് കഴിഞ്ഞ് ഇത് 1 മണിക്കൂർ നമുക്ക് ഇങ്ങനെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് തണുക്കട്ടെ. കുറച്ച് തണുത്തിട്ട് നോക്കാം. ഒന്നുകൂടെ നോക്കി അതന്നെ 1 മണിക്കൂർ തന്നെ വെക്കണം. അപ്പോൾ ഗൈസ് തണുത്തിട്ട് 1 മണിക്കൂർ വെയിറ്റ് അല്ലേ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഞങ്ങളുടെ അലുവ അങ്ങനെ കട്ടാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് ഇതാ ഫൈനലി നമ്മുടെ അലുവ റെഡിയായി. അപ്പോൾ നല്ല തണുത്തിട്ടുണ്ട്. 1 മണിക്കൂറായി. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് കട്ടാക്കാം നമുക്ക്. ഫസ്റ്റ് ഇങ്ങനെ ഇടട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതിങ്ങനെ കെട്ടട്ടെ. ചെറിയ പീസ് അല്ലേ. അപ്പം അങ്ങനെ അൽവ റെഡി. അങ്ങനെ ഇത് നമ്മുടെ അലുവ എല്ലാം റെഡിയായി. ഇത് കണ്ട ഫുള്ളി എണ്ണയാണ്. കണ്ട എങ്ങനെ ഉണ്ടെന്ന്. നമ്മളാണെങ്കിൽ ഒരു തുള്ളി എണ്ണ വെച്ചിട്ടില്ല, ഒന്നുമില്ല. ഇതാ നല്ല വെന്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 10 ദിവസം വരെ വെക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു 10 ദിവസമൊക്കെ വെക്കാം. എന്താ
നല്ല ആണ്. ഇതിൽ വേറെ ഒന്നും ഇല്ലല്ലേ, വെറും അവലും തേങ്ങയും ഇതേ ഉള്ളൂ. ഇതിൽ വേറെ അങ്ങനത്തെ വേറെ ഒന്നും സാധനങ്ങളില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹലുവ റെഡിയായി. മോനി ടേസ്റ്റ് നോക്ക്. സൂപ്പർ ആയിട്ടുണ്ടാ? നല്ലതായിട്ട് സ്മൂത്ത് ആയിട്ട് ഒട്ടി പിടിക്കാണ്ട് ഭയങ്കര എണ്ണ അല്ലേ? ഭയങ്കര എണ്ണ. അതങ്ങനെ വെച്ചിരിക്കും ശരിയായിരിക്കും. ഗൈസ്, നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കി. അടിപൊളിയായിട്ട് കടയിൽ നിന്നെല്ലാം മേടിക്കുന്ന വെച്ചിട്ട് ആ പൈസ കുടിക്കുന്ന വെച്ചിട്ട് നമുക്ക് വേണ്ട സാധനം മേടിച്ചിട്ട് വീട്ടിലൊന്ന് ട്രൈ ആക്കി. വീട്ടിലെങ്ങനെയെല്ലാം ചെയ്താൽ നല്ലതല്ലേ അല്ലേ? അപ്പോൾ നമുക്ക് ബൈ പറയാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ അലുവ ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ളവർ ലൈക്ക് ആക്കണം. അലുവ ഇഷ്ടമുള്ളവർ ലൈക്കും ഒരു കമൻറ്റ് ഇടുക. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും കാണാം. കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.